ബംഗ്ലാദേശിൽ ഇന്നും ഹിന്ദുക്കളോടുള്ള ആക്രമണങ്ങളും അടിച്ചമർത്തലുകളും ഇന്നും തുടർന്നു പോരുകയാണ്. തീവ്ര മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് ഇതിന് പിന്നിലെന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും ഇടക്കാല സർക്കാർ അനക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് RSS അഖില ഭാരതീയ പ്രതിനിധി സഭ. ബംഗ്ലാദേശിലെ ഹിന്ദു മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണങ്ങളും അനീതി അടിച്ചമർത്തലും തുടരുകയാണ് എന്നും അതിതീവ്ര മുസ്ലിം ഗ്രൂപ്പുകൾ ഹിന്ദുക്കൾ അടക്കമുള്ള എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ദ്രോഹിക്കുന്നതായും RSS സഹ സർക്കാരിയ വഗ് അരുൺകുമാർ പറഞ്ഞു. ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നും പ്രതിനിധി സഭ പാസാക്കിയ പ്രമേയത്തിലെ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടന്ന സംഘർഷങ്ങളെ AVPS അപലപിച്ചു. സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യയും അയൽ രാജ്യവുമായുള്ള ബന്ധം ഗുരുതരമായി തകർക്കുന്നതായും പ്രതിനിധി സഭ വിലയിരുത്തി. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് ബന്ധം തകർത്തത്. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അസ്ഥിരത വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില അന്താരാഷ്ട്ര ശക്തികളുടെ ഇടപെടലുകളും RSS ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 2 ദിവസമായി തുടരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ നാളെയാണ് സമാപിക്കുന്നതും. പ്രതിനിധി സഭയിലെ തീരുമാനങ്ങളും സംഘത്തിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാളെ ചർച്ച ചെയ്യപ്പെടും. അതേസമയം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധവുമായി സന്യാസി ചിന്മയ് കൃഷ്ണദാസ് നിരാഹാരം ആരംഭിച്ചുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ജയിലിൽ കഴിയുന്ന ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിന്റെ ആരോഗ്യനില തുടർച്ചയായി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഒരു നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നതും. ജയിലിൽ അദ്ദേഹത്തിന് അടിസ്ഥാന കാര്യങ്ങൾ പോലും നൽകുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. 2025 ഓഗസ്റ്റ് 5 ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷവും മുസ്ലിം മൗലികവാദികൾ ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹിന്ദു ഗ്രൂപ്പായ സമ്മിളിതി സനാതനി ജോട്ടിന്റെ പ്രമുഖ നേതാവും ഇസ്കോൺ പ്രസിഡന്റുമായ ചിന്മയ് കൃഷ്ണ പ്രഭു ശബ്ദമുയർത്തിയിരുന്നു. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ചിറ്റാഗോങ്ങിലെ ലാൻഗിരി മൈതാനത്തിൽ ചിന്മയ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ഒരു റാലിയും നടന്നിരുന്നു. പിന്നീട് ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് ഇന്റലിജൻസ് പോലീസ് ധക്ക വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ഒക്ടോബർ 30 ബംഗ്ലാദേശിൽ ദേശീയ പതാകയെ അപമാനിച്ചുവെന്ന് ആരോപിച്ചാണ് ചിന്മയ് പ്രഭു ഉൾപ്പെടെ 19 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചതും. ഇസ്കോൺ സമൂഹത്തിനിടയിൽ ചിന്മയ് കൃഷ്ണദാസ് പ്രഭു എന്ന് അറിയപ്പെടുന്ന അദ്ദേഹം ബംഗ്ലാദേശിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു മത നേതാവാണ്. മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. നേരത്തെ ചിറ്റോഗ്രാമിൽ ഇസ്കോണിന്റെ ഡിവിഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു ചിന്മയ് കൃഷ്ണദാസ്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ സംഘടനയിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നീക്കം ചെയ്തതായി ഇസ്കോൺ ബംഗ്ലാദേശ് അറിയിച്ചിരുന്നു. 1985 മെയിൽ ചിറ്റോഗ്രാമിലെ സത്ഖാനിയ ഉപാസിയയിൽ സ്ഥിതി ചെയ്യുന്ന കരിയാനഗർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മീയ യാത്ര വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആരംഭിച്ചതുമാണ്. 1997 വെറും 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ദീക്ഷ സ്വീകരിച്ച് ഒരു ബ്രഹ്മചാരിയായി ഇസ്കോണിൽ ചേർന്നു. പിന്നീട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയായി മാറുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.